മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് അനേകായിരങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. എന്നാണ് ഇതിന് അവസരമുണ്ടാകുക? നിങ്ങൾക്ക് പറയാനുള്ളത് അച്ഛൻ പലതും കേൾക്കുന്നില്ല. ചിലരൊക്കെ മെസ്സേജുകൾ വിടുന്നുണ്ട്, ചിലരൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും വചനം കേൾക്കുകയും ഇഷ്ടപ്പെട്ട വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ, രാത്രിയിലും പ്രഭാതത്തിലും ആ വചനം ഉച്ചരിക്കുകയും ചെയ്താൽ അതിശയം നടക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, എന്നോട് പറയുന്നുണ്ട്. ഇന്നതാ കർത്താവ് തരുന്ന വചനം ഒന്ന് ഓർക്കുക. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 38-ാം വാക്യം. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ട മകളെ, നിരാശയുടെ പടുകുഴിയിൽ കഴിഞ്ഞുകൂടുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ വചനം ആവർത്തിച്ച് പറയുക. എന്താണ് പറയുന്നത്? ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവമേ, അവിടുന്ന് സ്നേഹം എന്നെ വിട്ടുപിരിയുന്നില്ലല്ലോ. ഇതിങ്ങനെ പറഞ്ഞു നടക്കുക. വചനം പറഞ്ഞു നടക്കുമ്പോൾ വചനമാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പൊന്തി വരും. വചനമാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. ജീവിതത്തിൽ പല സ്വഭാവങ്ങളും പല മനോഭാവമുള്ളവരെ നമ്മൾ കണ്ടുമുട്ടിയേക്കാം. ചിലപ്പോൾ തരം കിട്ടിയാൽ പാമ്പിനെ പോലെ കൊത്തുന്നവരുണ്ടായിരിക്കാം. അവസരം കിട്ടിയാൽ കാപ്പട്യം മാത്രം കാണിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കാം. ബന്ധങ്ങൾക്കോ സ്നേഹങ്ങൾക്കോ ഫ്രണ്ട്ഷിപ്പിനോ റിലേഷൻഷിപ്പിനോ ദൈവികമായ ബന്ധത്തിനോ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. മനസ്സ് തളരരുത്. കാരണം അവയ്ക്കൊക്കെ വിലയുണ്ട് എന്ന് ഒരു കാലത്ത് അവർ മനസ്സിലാക്കും. കുടുംബം, അതുപോലെ തന്നെ വിശുദ്ധി, സ്നേഹം, ക്ഷമ, ചാരിത്രശുദ്ധി, ഇതൊക്കെ പൊന്നുവില കൽപ്പിക്കുന്നൊരു കാലഘട്ടം വരും. ചില തിന്മയുടെ സ്വാധീനങ്ങളും പ്രവർത്തികളും മൂലമായി ഇതിൽ നിന്നെല്ലാം വ്യതിചലിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴും ഓർക്കണം, കർത്താവ് എന്നെ ഓർക്കുന്നുണ്ട്, കർത്താവ് എന്നെ ഉപേക്ഷിക്കുകയില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.